ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മുടെ മദ്ഹബിന്റെ ഇമാം എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഖുർആൻ ഖത്മ തീർക്കുമായിരുന്നു. എല്ലാ ദിവസവും ഒരു ജുസു അല്ല, നമ്മൾ ഓതുന്ന ഒരു യാസീന്റെ കുറച്ച് ഭാഗമല്ല. നമ്മൾ വലിയ സംഭവമായിട്ട് യാസീൻ ഇതാവാക്കത്തെ അറാമന അത് തന്നെ ഓതി ദിവസവും ഒരു ഖത്മ തീർക്കും. ഒരു ഖത്മ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതും. മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മുടെ മദ്ഹബിന്റെ ഇമാം ശാഫിഈ അല്ലാഹു അവരുടെ ദറജ ഉയർത്തട്ടെ. ബഹുമാനപ്പെട്ടതാകുന്ന ഖ്വാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ആണ്ടായിരുന്നു റജബ് 6 കഴിഞ്ഞുപോയി. അല്ലാഹു അവരുടെ ദറജ ഉയർത്തട്ടെ. ഈ സദസ്സിൽ അവരെ കൂടി പറയൽ അവരുടെ പൊരുത്തം ലഭിക്കാൻ നിദാനമാവും. എല്ലാ ദിവസവും 2 ഖത്ം ഓതി തീർക്കുമായിരുന്നു. ദിവസം എത്ര ഖത്ം? 2 ഖത്ം. ഈ സദസ്സിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ മൗലിദ് ഞാൻ പാരായണം ചെയ്തപ്പോൾ അജ്മീർ ഖാജിയെ കുറിച്ച് മൗലിദ് രചിച്ചിട്ടുണ്ട് ശംസുൽ ഉലമ. അല്ലാഹു അവരുടെ ദറജ ഉയർത്തട്ടെ. അതൊക്കെ ഒന്ന് ഓതണ്ടയാണ് നമ്മുടെ മക്കൾ. അപ്പോഴാണ് അവരുടെ പൊരുത്തം ലഭിക്കുന്നത്. റജബ് 6 അന്ന് മാഷാ അല്ലാഹ് ആ മൗലിദ് കണ്ടെത്തി അത് ഓതാൻ സാധിച്ചു. ഞാനും എൻ്റെ പ്രിയപ്പെട്ട പിതാവ് സമസ്തയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റാണ് പ്രിയപ്പെട്ട പിതാവ്. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ആഫിയത്ത് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പ്രായമേറിയിട്ടുണ്ട്, അല്ലാഹു അവർക്ക് ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഞാനും അവരും കൂടെ അതിന് ഓതി ഭയങ്കര സന്തോഷം തോന്നി. ആ മൗലിദ് വളരെ റാഹത്ത്, നല്ല ഫസാഹത്തും ബലാഗത്തുമുള്ള നല്ല ഒരു മൗലിദ്. ആ മൗലിദ് പാരായണം ചെയ്യും. അതിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ സുവിസ്തരമായി വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പലർക്കും അറിയില്ല മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. 15ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ടവർക്ക് തന്റെ പ്രിയപ്പെട്ട പിതാവിനെ നഷ്ടപ്പെട്ടു. പിതാവ് വഫാത്തായി പോയി. പിതാവിന്റെ അടുക്കലാണ് കുട്ടിത്ത കാലഘട്ടത്തിൽ കുറഞ്ഞ കാര്യങ്ങൾ മതപഠനങ്ങളൊക്കെ പഠിച്ച് വളർന്നത്. വാപ്പ ഒരു ചെറിയ ഒരു ബുസ്താൻ, ഒരു തോട്ടം, അതാണ് ബഹുമാനപ്പെട്ടവർക്ക് നൽകിയിട്ട് പോയിട്ടുള്ളത്. അപ്പാടെ കയ്യിൽ നിന്ന് ആകെ കിട്ടിയത് അതാണ് അനന്തര സ്വത്തായി. അങ്ങനെ അതിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഒരിക്കൽ ഇബ്രാഹിമിന് ഖന്ദൂസി റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്, അക്കാലഘട്ടത്തിലെ ഔലിയാക്കളിൽപ്പെട്ട പ്രമുഖനായ ഒരു വ്യക്തി ആ നാട്ടിലേക്ക് വന്നു. മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു 15 വയസ്സേ ഉള്ളൂ. ബഹുമാനപ്പെട്ടവർ കൂടയിൽ നിന്ന് ഒരു ചെറിയ ഒരു ഈത്തപ്പഴവുമായി അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു. അത് സൽക്കരിച്ചു. അദ്ദേഹം ആ ഈത്തപ്പഴം എടുത്ത് കഴിച്ചതിന് ശേഷം പോകാൻ നേരമായപ്പോ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഒരു റൊട്ടി കഷ്ണം എടുത്ത് ഇബ്രാഹിമിന് ഖന്ദൂസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൈവശത്തിൽ നിന്ന് ഒരു ഉണങ്ങിയ റൊട്ടി എടുത്ത് വായിലിട്ട് ചവച്ചരച്ചിട്ട് ബഹുമാനപ്പെട്ടവർ കൂട്ടും. ആർക്ക്? മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു. അജ്മീറൊന്നും അല്ല, ബഹുമാനപ്പെട്ടവർക്ക് നൽകി. സുബ്ഹാനല്ലാഹ്, അതെടുത്ത് വായിലിട്ട് ചവച്ചു. ബഹുമാനപ്പെട്ടവരത് ഇറക്കി. ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അവിടെ നിന്ന് എഴുതുന്നു, ഫതറഖ ദുനിയ ബിൽ കുല്ലിയ, ദുനിയാവ് എല്ലാം ഉപേക്ഷിക്കപ്പെട്ടു ഈ ഒരൊറ്റ കഴിക്കലോടുകൂടി. അവരെഴുതിയാൽ പിന്നെ നമുക്ക് അതിനകത്ത് ശക്കില്ല. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം. കാരണം അവർ വിലായത്തിന്റെ മർത്തബ എത്തിച്ചു എന്നുള്ളതിൽ ആർക്കും ഒരഭിപ്രായ വ്യത്യാസവുമില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാർക്ക്, കിഴക്കന്മാരുടെ കാര്യം പോട്ടെ, അവർക്ക് ഒരു വിശ്വാസം അവരെ കുറിച്ച്, മഹാന്മാരായ ആളുകളെ കുറിച്ച് നമുക്ക് ആരായിരുന്നാലും ശരി അവർക്ക് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. ബഹുമാനപ്പെട്ടവരെഴുതുന്നു, ഫതറഖ ദുനിയ ബിൽ കുല്ലിയ, ദുനിയാവ് മുഴുവനും നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ എല്ലാ ദുനിയാവിന്റെ എല്ലാ ലഹരിയും അതിനോടുള്ള താല്പര്യം ഒക്കെ പോയി നടത്തും. അതിനോടുള്ള ലദ്ദത്ത്, ദുനിയാവ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും താല്പര്യം, അതെല്ലാം പോയി. ഈ ഒരൊറ്റ കഴിക്കലോടുകൂടി അതാ മഹാന്മാരുടെ വായിൽ ഉമിനീര് കലർന്നതായ ഭക്ഷണം ഇങ്ങോട്ട് നമ്മുടെ നാവിലേക്ക് ചേർന്നപ്പോ അതുകൊണ്ട് വായിലോട്ട് ഇറക്കി ആണ് ബറക്കത്ത്. നിസ്സാരമല്ല, ബറക്കത്തിനെ പറ്റി നമ്മൾ പറയുന്നത്. അങ്ങനെ കൂടെ കിട്ടി. മാഷാ അല്ലാഹ്, അങ്ങനെ കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞു. ഇബ്രാഹിമിന് ഖന്ദൂസി റളിയല്ലാഹു അൻഹു നാട് വിട്ട് നീങ്ങി. ബഹുമാനപ്പെട്ടവർ വിശുദ്ധമായ ഖുർആൻ മനപ്പാഠമാക്കാൻ വേണ്ടി നേരെ പോയി ഖുറാസാനിലേക്ക് പോയി. അവിടെ പോയി ഫഹഫിളൽ ഖുർആന, ഖുർആൻ മുഴുവൻ മനപ്പാഠമാക്കി. അവിടുന്ന് പിന്നീട് ബഹുമാനപ്പെട്ടവർ അടുത്ത യാത്ര
ആ യാത്രയിൽ ചെല്ലുന്നത് ഹിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്കാണ്. ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ നിന്നിട്ട് ഖുർആനും തഫ്സീറും ഹദീസും എല്ലാ ദീനിന്റെ ശാഖോപശാഖകളിൽ മുങ്ങിക്കുളിച്ചു. എല്ലാം നല്ലതുപോലെ പഠിച്ചു, ഫിഖ് എല്ലാം പഠിച്ചെടുത്തു. ഹിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്ന് ഇൽമു മുഴുവനും കരഗതമാണ്. അവിടെ നിന്നതിന് ശേഷം ദീനെല്ലാം പഠിച്ച് പുറത്തിറങ്ങിയിട്ട് ബഹുമാനപ്പെട്ടവർ പിന്നീട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും ഔലിയാക്കളുടെ മഖബറുകൾ പോയി സിയാറത്ത് ചെയ്തു. മഹാന്മാര് ജീവിച്ചിരിക്കുന്നവരുടെയും മരണപ്പെട്ടവരെയും പോയി കാണലായിരുന്നു പിന്നീട് അടുത്ത ലക്ഷ്യം. അങ്ങനെ എല്ലായിടത്തും പോകാൻ തുടങ്ങി. അതെല്ലാം ഏകദേശം ഒതുങ്ങി തീർന്നപ്പോ മനസ്സിലാക്കണം സിയാറത്തിന്റെ ഒക്കെ പുണ്യം. നമ്മളൊക്കെ സിയാറത്ത് പോകുന്നത് ഏതുപോലെ അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. എല്ലാ സ്ഥലങ്ങളിലും പോയി മഹാന്മാർ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരുമാകുന്ന മഹാന്മാരെ പോയി സിയാറത്ത് ചെയ്തു. അതിനുശേഷം ബഹുമാനപ്പെട്ടവർ ഇലാ മദീനത്തി ഹാറൂൻ പട്ടണത്തിലേക്ക് പോയി. ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയി അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു. അദ്ദേഹത്തിന്റെ മുരീദായി അവിടെ നിലകൊണ്ടു. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട അഥവാ മുഈനുദ്ദീൻ അജ്മീരി റളിയല്ലാഹു അൻഹുവിന്റെ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ മുരീദന്മാരിൽപ്പെട്ട ഡൽഹിയിൽ അടക്കം ചെയ്യപ്പെട്ടതാകുന്ന ബഖ്തിയാറുൽ കഅക്കി റളിയല്ലാഹു അൻഹു പറയുന്നു, മുഈനുദ്ദീൻ അജ്മീരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉസ്താദാകുന്ന ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു അടുക്കൽ 70 വർഷത്തോളം 20 വർഷത്തോളം ജീവിച്ചു. 20 വർഷത്തോളം ഉസ്താദിന്റെ അടുക്കൽ ജീവിച്ചു. എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ടവർ 70 വർഷത്തോളം പകൽ നോമ്പും രാത്രിയിൽ നിസ്കാരവുമായിരുന്നു. ശിഷ്യന്മാര് പറയാം സ്വന്തം ഉസ്താദിനെ കുറിച്ച്, പകൽ നോമ്പ്, രാത്രി എല്ലാ ദിവസവും നമസ്കാരം. ഉറക്കമില്ല, ഒന്ന് ആലോചിച്ചു. എല്ലാ ദിവസവും വിശുദ്ധമായ ഖുർആൻ 2 പ്രാവശ്യം ഖത്മ് തീർക്കുമായിരുന്നു. ഖുർആൻ 2 വട്ടമേ ഖത്തം തീർക്കും. യാസീൻ വൈലേഹി തുർജമ എന്ന് പറഞ്ഞ യാസീൻ നമ്മൾ പോകുന്ന പോലെ അല്ല. അത് തന്നെ എനിക്ക് പോകുന്നില്ല. ഇങ്ങനെ പോവാ. കുൽഹു അല്ലാഹു അത് 3 വട്ടം ഓതിയിട്ട് അതെ എന്റെ വക ഒരു ഖത്തം വല്യാപ്പാക്ക് എന്ന് പറയുന്ന പരിപാടിയല്ലേ. ഇത് തുടക്കം മുതൽ ഫാത്തിഹ മുതൽ അവസാനം നാസ് വരെ ഓതുകയാണ്. 2 പ്രാവശ്യം ഖത്മ് തീർക്കുമായിരുന്നു. പിന്നെ എങ്ങനെ അവരൊക്കെ വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്താതിരിക്കണം? ചിന്തിക്കണം. അവരെയൊക്കെ തൊട്ട് കളിച്ചപ്പോൾ അള്ളാഹുരുടെ ദറജ ഉയർത്തട്ടെ. ഖുർആൻ ഓതാണ് കറാത്ത് മറാത്ത്. ദിവസം 2 ഖത്തം വെച്ചാകുമ്പോഴത്തേക്കും 100 വയസ്സിന് മുകളിൽ ജീവിച്ചവർ എത്ര ഖത്തം തീർത്തിട്ടുണ്ടാവും? ചിന്തിക്ക്. ദിവസം 2 ഖത്തം, വർഷത്തിലല്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മൾ കൊല്ലത്തിലൊരു ഖത്തം തീർത്താ തീർത്ത്, അത് തന്നെ വലിയ കാര്യമാണ് അല്ലേ? അള്ളാഹുവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നമ്മളിലും ഈ സദസ്സിലും SKSFന്റെ മക്കൾ സംഘടിപ്പിച്ച ഈ സദസ്സിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ മനസ്സിലാക്കണം, ഇന്നത്തെ തലമുറകൾ അവരുടെ ചരിത്രമൊന്നും സ്മരിക്കുന്നില്ല, അറിയുന്നില്ല. ആണ്ട് നിറച്ച് കഴിക്കുമ്പോൾ പോയിരുന്നു പൊറോട്ടായി ബീഫും അടിച്ചിട്ട് പോകുന്നല്ലാതെ ആരാണ് ഇവർ, എന്താണ് ഇവർ, ഒന്നും മനസ്സിലാക്കുന്നില്ല. പോകും അറിയുന്നില്ല. ജീവിതത്തിൽ പഠിക്കണ്ടേ, ഇവരാരാണെന്ന് മനസ്സിലാക്കണ്ടേ? എന്നാലല്ലേ അവരുടെ പാദങ്ങൾ നമ്മൾ പോയി ചുംബിക്കുള്ളൂ, അവരാരാണെന്ന് മനസ്സിലാക്കുള്ളൂ. അവരെ കയ്യിലും. അതുകൊണ്ടാണ് സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയിലെ അധികാരം ബഹുമാനപ്പെട്ടവരുടെ കൈകളിലാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ബക്കറ്റ് വീര് വരുന്നുണ്ട്. എല്ലാവരും കാര്യമായിട്ട് ഇൻഷാ അല്ലാഹ് സഹകരിക്കും. അള്ളാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിച്ചു തരട്ടെ. ആമീൻ പറയും. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആമീൻ പോലും ഇല്ല നമുക്ക്. നമ്മുടെ അവസ്ഥ. ഖത്തവും ഇല്ല, യാസീനും ഇല്ല, പുലറും ബിന്നാസും ഇല്ല, ഒരു ആമീൻ പോലും ഇല്ല. ഇനി എന്തെങ്കിലും നമുക്ക് വരണമെങ്കിൽ, വാ തുറക്കണമെങ്കിൽ ഈത്തപ്പഴം മുന്നിൽ വരണം, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ വേണം. എന്നാ നല്ലതുപോലെ വാ തുറന്നിരിക്കും. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മാത്രമേ വാ തുറക്കൂ. അങ്ങനെ ആയിപ്പോയി നമ്മൾ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കം പറയും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഈ നൽകുന്ന സ്വതക്ക ആഖിറത്തിലേക്ക് ഉപയുക്തമായ അമാലുകൾ ചേർത്ത് നീ സ്വീകരിക്കണേ നാഥാ. മഹാനായ മുഈനുദ്ദീൻ അജ്മീരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരുടെ പൊരുത്തമുള്ള മക്കളായി നീ കബൂലാക്കണേ അല്ലാഹ്.
ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ നസീബാക്കണേ റബ്ബേ. നിന്റെ ത്വഅത്തിനായി നസീബാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നീ സാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലുപത്തുകളെ തൊട്ട്, മഹാമാരിയെ തൊട്ട് ഞങ്ങളെയും കുടുംബത്തെയും നാടിനെയും ലോകരെയും നീ കാത്തു സംരക്ഷിക്കണേ അല്ലാഹ്. ഒരുപാട് ലക്ഷ്യങ്ങളുമായി ഈ സദസ്സിലേക്ക് വന്നവരാണ്. ആ ലക്ഷ്യങ്ങൾ മുഴുവനും പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലതുപോലെ ശ്രദ്ധിച്ചോ, കുറച്ചു നേരം കൂടെ പറയാലോ അല്ലേ? നിങ്ങൾ ഇരിക്കോ എന്നുള്ളവരൊന്ന് കൈവക്കിക്കുക, നോക്കട്ടെ എത്ര പേര്. ആ കൊള്ളാം. ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലോ. സാധാരണ തുടങ്ങി കഴിയുമ്പോൾ എല്ലാവരും കുറച്ച് പേര് പോകുന്നത്. ഇതിപ്പോൾ ആരും പോകുന്നില്ല. അത് പറഞ്ഞിട്ടെങ്കിലും ഒന്ന് ആൾക്കാർ പോകുന്നെന്ന് പറഞ്ഞിട്ട് നിർത്താന്ന് കരുതുമ്പോൾ ആരും പോകുന്നില്ല. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. സദസ് അല്ലാഹു കബൂലാക്കട്ടെ. ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മൾ പറയുന്നത് വേറെ ആവശ്യമില്ലാത്തൊന്നും പറയാൻ നമുക്ക് സമയമില്ല. ദീൻ പറയാൻ തന്നെ സമയം നമുക്ക് പോരാ. അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ. ഇഷ്ടംപോലെ പറയാനും പഠിക്കാനും കിടക്കുക. അപ്പൊ അംബിയാ മുർസലീങ്ങളുടെ ജീവിതം മുഴുവനും ബറക്കത്താണ്, അവരുടെ കുടുംബവും ബറക്കത്താണ്. നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകണമെങ്കിൽ ഈ ഖുർആൻ ഓതണം. അതാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് ആര് പറഞ്ഞത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖുർആൻ ഓത്, എങ്കിൽ ആകാശം നിറയെ പ്രകാശം, ഭൂമി നിറയെ പ്രകാശം, എവിടെ പോയാലും നിനക്ക് പ്രകാശം. ഖുർആൻ. അതുകൊണ്ടാണ് ഖബറിനുള്ളിലേക്ക് പോകുമ്പോഴും ഖബറിൽ പ്രകാശം കൊണ്ട് നിറയ്ക്കണേ എന്ന് ദുആ ചെയ്യും. അദ്ദേഹം ഓതിയ ഖുർആൻ ഉണ്ടെങ്കിലേ പ്രകാശിക്കുള്ളൂ, ഇല്ലെങ്കിൽ ഒന്നും പ്രകാശം ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ ഖബർ പ്രകാശിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ഖുർആൻ നമ്മുടെ സാഹിബാകും, നമ്മുടെ കൂട്ടുകാരനാകും, നമ്മുടെ ശഫീആകും, നമുക്ക് ശുപാർശകനാകും. നിന്റെ ഖബറിലും മഹ്ശറിലും നിന്നെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്നത് വരെ നിന്നോടൊപ്പം ഖുർആൻ ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമുക്കൊക്കെ സ്വന്തമായിട്ട് ഖുർആൻ ഉണ്ടോ സഹോദരങ്ങളെ? ഇരിക്കുന്ന ഓരോ പ്രായം ചെന്ന ഉപ്പമാരും ഉമ്മമാരും സഹോദരങ്ങളും ചെറുപ്പക്കാരും ചിന്തിക്കും. മദ്രസയിൽ പഠിക്കുമ്പോൾ 5 ജുസുവിന്റെ ഒരു ഖുർആൻ ഉണ്ടായിരുന്നു, 10 ജുസുവിന്റെ ഖുർആൻ ഉണ്ടായിരുന്നു, 30 ജുസുവിന്റെ ഉണ്ടായിരുന്നു. ഇന്ന് ഈ സദസ്സിൽ ഓരോരുത്തർക്കും ഇതെന്റെ ഖുർആനാണെന്ന് പറയാൻ വീട്ടിൽ സ്വന്തമായി ഖുർആൻ ഉള്ളവർ എത്ര പേരാണ്? ചിന്തിക്കണം നമ്മൾ. സ്വന്തമായിട്ട് ബ്രഷ് ഉണ്ട്, സ്വന്തമായിട്ട് പേസ്റ്റ് ഉള്ളവർ, സ്വന്തമായിട്ട് വസ്ത്രമുള്ളവർ, തലയെക്കെട്ടുള്ളവർ, ഷാളുള്ളവർ, ഷർട്ടുള്ളവർ, ടീഷർട്ടുള്ളവർ, ചുരിദാറുള്ളവർ, മിഡിയും ടോപ്പുമുള്ളവർ, എല്ലാ വസ്ത്രവിധാനവും എല്ലാ സൗകര്യങ്ങളും സ്വന്തമായിട്ടുള്ളവർ, സ്വന്തമായിട്ട് കഴിക്കുന്നതാകുന്ന പ്ലേറ്റ് വരെയുള്ളവർ, സ്വന്തമായിട്ട് ഖുർആനില്ല. അവനവര് സ്വന്തം ഖുർആൻ വേണം. നമ്മളൊന്നും ഓതുന്നില്ല എന്നതിന്റെ അർത്ഥം. സ്വന്തമായിട്ട് ഖുർആൻ. പണ്ട് മദ്രസ പഠിക്കുമ്പോഴത്തേക്കും മക്കൾ വഴക്കുണ്ടാക്കും. എന്തിന്? എനിക്ക് സ്വന്തമായിട്ട് ഖുർആൻ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. കാരണം എന്താ? അവനവന്റെ സ്വന്തം ഖുർആൻ വേറൊരാൾ ചോദിക്കാനില്ല. സ്വന്തമായി ഒരു ഖുർആൻ. ആ ഖുർആനിന്റെ താളുകൾ ഇങ്ങനെ വിട്ടുവരുമ്പോഴത്തേക്ക് അത് ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കാറുണ്ടോ? പഴയ ആളുകൾ സൂക്ഷിക്കാറുണ്ട്, പഴയ ഉപ്പമാരും സൂക്ഷിക്കാറുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സ്വന്തമായിട്ട് ഖുർആൻ വരണം, നമുക്ക് ഓതാനോ. ആ ഖുർആൻ നമുക്ക് നാളെ ശഫീആവും, ശുപാർശകനാവും. അത് ഗൗരവമുള്ള വിഷയമാണ്, നിസ്സാര വിഷയമല്ല. എല്ലാ സ്ഥലത്തും എന്റെ ഖബറിൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു തആല അൻഹു സ്വഹാബിയായ മനുഷ്യനാണ്. പാതിരാത്രി സമയത്ത് പരിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളുകയാണ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളുകയാണ്. തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെതാകുന്ന കുതിര അതിന്റെ ആലയിൽ കെട്ടിയിടപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളവേ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവർ വല്ലാത്തൊരു കാഴ്ച കാണുകയാണ്. തന്റെ കുതിര അതിന്റെ കുളമ്പടികൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി നിലത്തിടിക്കുകയാണ്, അതിശക്തമായി കരയുകയാണ്, അതിശക്തമായി അട്ടഹസിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ എന്തെന്നില്ലാത്ത കരച്ചിൽ കാണുമ്പോ ഓതൽ നിർത്തിക്കൊണ്ട് ആ കുതിരയിലേക്ക് അദ്ദേഹം ശ്രദ്ധ ചെലുത്തുകയാണ്. ബഹുമാനപ്പെട്ടവർ ഓതാതിരിക്കുമ്പോൾ കുതിര ശാന്തമാവുകയാണ്. വീണ്ടും ഖുർആൻ എടുത്തുകൊണ്ട് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുകയാണ്. യാ ബനീ إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين واستعينوا بالصبر والصلاة
وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ മനോഹരമായി പാരായണം ചെയ്തുകൊണ്ട് ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു സ്വഹാബി വര്യൻ വീണ്ടും നിലകൊള്ളുകയാണ്. വീണ്ടും അദ്ദേഹത്തിന്റെ കുതിര അതിന്റെ ഉടക്കാലുകൾ ഇതാ ശക്തമായി ഉയർത്തിക്കൊണ്ട് കുളമ്പടികൾ ഇതാ ശക്തമായി നിലത്തേക്ക് ഇടിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ കുതിരയിലേക്ക് നോക്കി നിൽക്കവേ വീണ്ടും കുതിര ഇതാ ശാന്തമണിയുകയാണ്. വീണ്ടും ഖുർആൻ ഓതാൻ തുനിയുകയാണ്. പാതിരാത്രി സമയമാണ്. ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. ഉസൈദ് റളിയല്ലാഹു തആല ആരാണെന്നറിയണ്ടയോ? ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും തഖ്വ വെച്ചിട്ടുള്ളതാകുന്ന സഹാബിയാണ്. സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വ്യക്തിത്വമാണ് ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവർ ഒരു മയ്യത്ത് അടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഒരു ജനാസ കണ്ടു കഴിഞ്ഞാൽ പൊട്ടിക്കരയുകയാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ടവരിതാ ഒരു മയ്യത്ത് കൊണ്ട് പൊന്നുമോനെ വാരി പുണരുകയാണ്. ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പുറത്തിറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കുമ്പോ ഒരു വല്ലാത്തൊരു മേഘം കാണുകയാണ്. ഒരു വെളുവെളുത്തതാകുന്ന മേഘം കാണപ്പെടുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ വീടിന്റെ നേരെ ഏതൊരു കുതിരയാണോ അതിശക്തമായി കാലുകൾ ഉയർത്തിയിട്ടുകൊണ്ട് അട്ടഹസിച്ചത്, ഏതൊരു കുതിരയാണോ അതിന്റെ ആലയിൽ കടന്നുകൊണ്ട് അട്ടഹസിച്ചത്, ആ കുതിരയുടെ ആലയുടെ മുകളിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ ചെറിയ വീടിന്റെ മുകളിൽ ഇരുന്നാ വല്ലാത്ത പ്രകാശം കാണുകയാണ്. നേരം വെളുത്തു. ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് സുബഹി നമസ്കരിച്ചിട്ട് കാര്യം പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വല്ലാത്തൊരു കാഴ്ചയാണ് നബി തങ്ങളെ ഇന്നലെ കണ്ടത്. പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ 3 പ്രാവശ്യം ഇതാ എന്റെ കുതിര അതിന്റെ ആലയിൽ കടന്നുകൊണ്ട് കുളമ്പടികൾ ഉയർത്തിക്കൊണ്ട് നിലത്തടിച്ചുകൊണ്ട് അട്ടഹസിക്കുന്നത് കണ്ടു റസൂലേ. എന്റെ പൊന്നുമോനാകുന്ന യഹ്യയെ ഉപദ്രവിക്കുമെന്ന് ഭയന്നപ്പോഴാണ് ഞാൻ ഓതൽ നിർത്തിയത്. ആകാശത്തിലേക്ക് നോക്കി വല്ലാത്തൊരു പ്രകാശം ഞാൻ കാണുകയാണ്. വല്ലാത്തൊരു വെളുത്ത മേഘം എന്റെ ദൃഷ്ടിപടലത്തിൽ കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ ഉസൈദ് തിൽക സകീന, അത് സമാധാനത്തിന്റെ ദൂതമായി, അത് ആശ്വാസത്തിന്റെ തെളിനീരുമായി നിന്റെ വീട്ടിലേക്ക് കാരുണ്യം വർഷിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളുടെ മേഘമാണ് ആ വെളുത്തതായി നീ കണ്ടത്. ഉസൈദേ ഉസൈദേ, നേരം വെളുക്കുന്നത് വരെ നീ എങ്ങനെ പാരായണം ചെയ്തിരുന്നെങ്കിൽ ആകാശത്തിൽ നിന്ന് ആ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നത് നേരം വെളുക്കുമ്പോൾ ജനങ്ങൾക്ക് കാണാമായിരുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നിന്റെ പ്രിയപ്പെട്ട മകനെ കുതിര ചവിട്ടുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് നീ ഓതൽ നിർത്താതെ നീ ഖുർആനെ ഓത്തിൽ തന്നെ മുഴുകിയിരുന്നെങ്കിൽ ആകാശത്ത് നിന്ന് ആ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നത് നേരിട്ട് കാണാമായിരുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഖുർആനോദനെ ഖുർആനോദനെ, ഖുർആനോദിയാൽ എല്ലാ വിപത്തുകളും നീങ്ങുകയാണ്. പ്രകാശം അല്ലാഹു ഇടുകയാണ്. മലക്കുകളുടെ ബറക്കത്ത് കൊണ്ട് വീട് ബറക്കത്താക്കുകയാണ്. മലക്കുകളുടെ കാരുണ്യം ഇങ്ങനെ വർഷിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് കിട്ടാൻ വേണ്ടിയാണ് ലൈലത്തുൽ ഖദ്ർ നീ നിലകൊള്ളുന്നത്. ലൈലത്തുൽ ഖദ്റിൽ എന്തിനാ നീ പോയി പൊട്ടിക്കരയുന്നത്? എന്താണ്? സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതം വരെ ജിബ്രീൽ അലൈഹിസ്സലാമും കൂടെ കോടാന് പ്രത്യേകമായ മലക്കുകളും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സലാം സലാം, നിനക്ക് രക്ഷയുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, നിനക്ക് ബറക്കത്തുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മുഅ്മിനിന്റെയും വീട്ടിൽ വന്നുകൊണ്ട് രക്ഷയുടെ കവചം തീർക്കുകയാണ്. ഇത് ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു ലൈലത്തുൽ ഖദ്റിന്റെ രാവിലൊന്നും അല്ല, അല്ലാത്ത രാവിൽ ബഹുമാനപ്പെട്ടവർ കണ്ടു എന്നാണ് മനസ്സിലാക്കണം. നമ്മൾ മലക്കുകൾ ബറക്കത്ത് ഇങ്ങനെ ചൊരിയ വീട്ടിലേക്ക്. ഖുർആൻ ഓതണേ, ഖുർആൻ ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് ഓതി വരുമ്പോ ബറക്കത്താക്കപ്പെട്ട അല്ലാഹുവിന്റെ ഖുർആൻ
ബറക്കത്താക്കപ്പെട്ടതാകുന്ന വിശുദ്ധമായ ഗ്രന്ഥം നിന്റെ വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി നീ കറാത്ത് മറാത്ത് ആവർത്തനത്തോടുകൂടി നീ ഇങ്ങനെ ഓതുമ്പോ നിന്റെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകും. നിന്റെ വീട്ടിൽ, നിന്റെ കുടിലിൽ, നിന്റെ മക്കളിൽ, നിന്റെ ഭർത്താവിൽ, നിന്റെ ഭാര്യയിൽ, നിന്റെ സഹോദരനിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ അയൽപക്കത്തിൽ, നിന്റെ സമൂഹത്തിൽ, നിന്റെ സമുദായത്തിൽ, നിന്റെ നാട്ടിൽ എല്ലാത്തിനും അല്ലാഹു ബറക്കത്ത് ഓതണം. ഖുർആൻ ഓതാനുള്ളതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ ഓതണം. നമ്മൾ എല്ലാ ദിവസവും ഒരു ജുസ് പാരായണം ചെയ്യാൻ കഴിയുന്നവർ ഓതണം. ഈ മാസങ്ങളിൽ തന്നെ അല്ലാഹു തർത്തീബ് ചെയ്തിരിക്കുന്നതല്ലേ. 30 ജുസ് ആണ്. ഒരു ഖത്തം തീർക്കണമെങ്കിൽ ഒരു ദിവസം ഒരു ജുസ് എന്ന് പറഞ്ഞാൽ 10 പേജാണ്. വലത്തും ഇടത്തും 2 സൈഡിലുള്ള ഒരു പേജ് ഇങ്ങനെ അങ്ങോട്ട് എടുത്താൽ 10 പേജ് ഓതുമ്പോ ഇത്രേ ഒരു ജുസ്. എന്ത് റാഹത്ത് പോയി തീർക്കാൻ പറ്റും. 2-3 മണിക്കൂറുള്ള സിനിമ ഒറ്റ ഇരിപ്പിന് നീ ഇരിക്കും. തിയേറ്ററിൽ പോയിട്ടാണെങ്കിലും വീട്ടിലാണെങ്കിലും. ബിഗ് ബോസ് 2 ഇറങ്ങിയിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി മണിക്കൂറുകൾ നീ ചെലവഴിക്കും. ഇശാ കഴിഞ്ഞ മണി എത്തിക്കാൻ ഇരുത്താൻ രാത്രി 12 മണി വരെ അത് കണ്ടിട്ട് നീ ഇരിക്കും. എഴുന്നേൽക്കും. പിന്നെ അതുകൂടാതെ പിന്നെ മൊബൈൽ വരികയാണ്. കുറച്ചു നേരം അങ്ങനെ കാണും, അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇതാണ് നിന്റെ അവസ്ഥ. അല്ലാഹു നിന്നെ കാക്കട്ടെ. അങ്ങനത്തെ നീ എന്തുകൊണ്ടൊരു 10 മിനിറ്റ് നീ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നില്ല? കൂടി വന്നാൽ 20 മിനിറ്റ് വേണ്ട, ഒരു അരമണിക്കൂർ അത്രേ വരുള്ളൂ ഒരു ജുസ് ഓതാൻ. 24 മണിക്കൂർ അല്ലാഹു നിനക്ക് നൽകിയതിൽ ഒരു അരമണിക്കൂർ ചെലവഴിച്ചൂലേ? ഈ അവസാന കാലഘട്ടത്തിൽ കാലം വളരെ മുസീബത്തിലേക്ക് നീങ്ങാൻ, നാശത്തിലേക്ക് നീങ്ങാൻ, ഈ സമയത്ത് നീ ഖുർആൻ ഒന്ന് കയ്യിലെടുത്തൂടെ? ഖുർആൻ ഓതിക്കൂടെ? ലോകം മുഴുവനും ഫനായും ഫസാദിലും നിലകൊള്ളുമ്പോ നീ ദീനിലേക്ക് കൂടുതൽ അടുക്കൽ. അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സയഅതി സമാനുൻ അലാ ഉമ്മത്തി, ഒരു കാലഘട്ടം എന്റെ സമൂഹത്തിന് കടന്നു വരും സഹാബ, അസ്സാബിറു ഫീഹി അലാ ദീനിഹി കൽ ഖാബിദി അലൽ ജംരി. അന്ന് ദീനിന്റെ മേലെ ക്ഷമിച്ച് നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ തീക്കനൽ, തീക്കട്ട കയ്യിൽ വെച്ചുകൊണ്ട് നിലകൊള്ളുന്നവനെ പോലെയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ദീനിന്റെ മേലെ ക്ഷമിച്ച് നമസ്കാരങ്ങൾ 5 വഖത്ത് ചിട്ടവെച്ച് അതിന്റെ റവാത്തിബ് സുന്നത്തുകളൊക്കെ ശ്രദ്ധിച്ച് സകാത്തുകളൊക്കെ കൊടുത്തു വീട്ടി അയൽപക്ക ബന്ധങ്ങൾ ശാക്തീകരിച്ച് എല്ലാവരോടും സ്നേഹവും സൗഹാർദ്ദവും കൈപ്പറ്റിക്കൊണ്ട് നല്ല രീതിയിൽ നല്ല ജീവിതം നയിക്കുക എന്ന് പറയുന്നത് കൽ ഖാബിലി അലൽ ജംർ, തീക്കട്ട കയ്യിൽ പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനെ പോലെയാണ്. വല്ലാത്തൊരു വാക്കാണ്. പറഞ്ഞാൽ സാധ്യമാവൂല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദീനനുസരിച്ചുകൊണ്ട് നിലകൊള്ളുക. അങ്ങനത്തെ ഒരു ഘട്ടം വരും എന്റെ ഉമ്മത്തിനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ ഒരു ഘട്ടമല്ലേ ഇത്? ഈ സമയത്താണ് നീ നിസ്കാരം നിലനിർത്തേണ്ടത്. ലോകം മുഴുവനും ഉറക്കിലേക്ക് പോകുമ്പോ, എല്ലാവരും ഉറങ്ങുമ്പോ നീ രാത്രി 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവളാകണം. നിന്റെ വിഷമങ്ങൾ നാഥനായ റബ്ബിനോട് പറയുന്നവനാകണം. നിന്റെ കച്ചവടത്തിന്റെ പ്രശ്നം, നിന്റെ സാമ്പത്തികമാകുന്ന പരാധീനകൾ, ആരോഗ്യമായ പ്രശ്നങ്ങൾ റബ്ബിനോടൊന്ന് പറഞ്ഞു നോക്കി. ഒരു 40 ദിവസം നിങ്ങൾ നമസ്കാരം ഒന്ന് നിത്യമാക്കി നോക്കി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ജമാഅത്ത് 40 ദിവസം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ജുമുഅ ജമാഅത്തുകൾ ശ്രദ്ധിക്കും. വലിയ മാറ്റമുണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. വലിയ മാറ്റം ഉണ്ടാകും. ചെറിയ കാര്യമല്ല. പള്ളിയിൽ തന്നെ 40 ദിവസം ജുമുഅ ജമാഅത്ത് ഒറ്റ വഖത്ത് ഒഴിയാതെ ഒന്ന് പുരുഷന്മാരൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇന്ന് മുതൽ തുടങ്ങി റമദാൻ വരെയല്ലേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും തെറ്റിൽ പോവാൻ, എല്ലാവരും മൊബൈൽ ഫോണിൽ അശ്ലീലത കണ്ടുകൊണ്ടിരിക്കാൻ. നീ അപ്പൊ അതെല്ലാം ഒഴിവാക്കിയിട്ട് നീ ഒന്ന് നാദരിലേക്കൊന്ന് തിരിഞ്ഞേ. എല്ലാവരും തെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അള്ളാഹിലേക്ക് വരുന്നവനെയാണ് ശ്രദ്ധിക്കുക. മറിച്ച് എല്ലാവരും റമദാൻ 27 പടച്ചവനെ എന്ന് വിളിച്ചുകൊണ്ട് തൗബാ കൂടത്തിൽ കൈയിട്ടുകൊണ്ടിരിക്കുമ്പോ നീയും കൂട്ടത്തിൽ കൈയിട്ടു. വിശേഷം അതല്ലല്ല കാര്യം. എല്ലാവരും തെറ്റിൽ വ്യാപൃതരാകുമ്പോ നീ ഒന്ന് തിരിയും, നീ നന്നാകും, നീ റബ്ബിലേക്ക് വാ. നീ നിന്റെ ഭാര്യയെ വിളിച്ചോളർത്തി ബാ 2 റക്അത്ത് നിസ്കരിക്കുക. ഭർത്താവിനെ വിളിച്ചോളർത്ത് ഭാര്യ ബാ ഇക്ക എഴുന്നേക്ക് ബാ നിസ്കരിക്കാം. ഇക്ക തിരിഞ്ഞു കിടക്കുക, എനിക്ക് ക്ഷീണമുണ്ട്, ഒരുപാട് വൈകിട്ട് ഇന്നലെ കട ഒന്നും വന്നത്, കട അടച്ചു, പലരിക്കട തുടങ്ങിയതാണ്, കൊറോണ വന്നപ്പോ തുടങ്ങിയതാണ്. ചെറിയ വരുമാനമുള്ളൂ മോളെ, കടക്കട്ടെ, രാവിലെ എഴുന്നേറ്റ് പോ, സുബൈക്ക് പോകണ്ടേ, ഒക്കെ എഴുന്നേക്ക് 2 റക്അത്ത് നിസ്കരിക്കുക. അല്ലാഹു തആല നമുക്ക് ചെറിയ വീടും ഈ കുടുംബമൊക്കെ നന്നില്ലേ.
എത്ര അയൽവക്കക്കാരിലേക്ക് നോക്ക്, മക്കളില്ലാതെ വിഷമിക്കുന്ന എത്ര ആളുകളുണ്ട്, എത്ര നേർച്ചയും വഴിപാടുമായിട്ട് അവർ നടക്കുന്നു. പടച്ചിറപ്പ് നമുക്ക് സ്വാലിഹ്യങ്ങളായ മക്കളെ അല്ലാഹു നൽകിയില്ല. മക്കളെ നൽകിയെന്ന് മാത്രമല്ല, അംഗവൈകല്യങ്ങളൊന്നും കൊടുക്കാതെ പടച്ചിറപ്പ് അവരെ കാത്ത് സംരക്ഷിച്ചില്ലേ. ചെറിയൊരു വാഹനം റബ്ബ് നമുക്ക് നൽകിയില്ലേ. നമുക്ക് ഉതകുന്ന നിലയ്ക്കുള്ള ഒരു ചെറിയ വീട് അല്ലാഹു നൽകിയില്ലേ. മഴ പെയ്താൽ ചോർന്നൊലിക്കാത്തൊരു ചെറിയ കൂര അല്ലാഹു നൽകിയില്ലേ. ചൂട് വന്നാലും പ്രശ്നമില്ലാത്ത ഫാനിട്ടുകൊണ്ട് കടക്കാൻ ഒരു ചെറിയ സൗകര്യം പടച്ചിറപ്പ് നൽകിയില്ലേ. വാ എഴുന്നേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ ഭർത്താവിനെ വിളിച്ചുണർത്തിക്കൊണ്ട് നമസ്കരിപ്പിച്ചാൽ റഹിമല്ലാഹു ഇംറഅത, അവൾക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി നബി ദുആ ചെയ്തതാണ്. മനസ്സിലാക്കണം, അങ്ങനത്തെ ഭാര്യമാര് വരണം നമുക്കിടയിൽ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ ഇണകളെ അത്തരത്തിൽ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇനി ഭാര്യ തിരിഞ്ഞുകിടക്കാൻ സുബൈക്ക് സമയമായി, ഭർത്താവ് എഴുന്നേറ്റു, രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് ഭർത്താവ് വിളിക്കാം, വാ എഴുന്നേക്ക്, സുബൈക്ക് സമയമായി. എന്നാലും ഒരുപാട് പാത്രമൊക്കെ കഴുകി ക്ഷീണിച്ച് കിടക്കാം, നമ്മളെ എഴുന്നേക്ക്, ബാ ഭാഗത്തെ രണ്ടരക്കാലത്ത് നിസ്കരിച്ച് സ്നേഹത്തിൽ വിളിക്കും. ആ വിളിയിൽ അവൾ എഴുന്നേക്കാൻ മടി കാണിക്കുമ്പോൾ ഒരു കുറച്ച് വെള്ളം എടുത്ത് അവരുടെ മുഖത്ത് തെളിച്ചുകൊണ്ടെങ്കിലും വിളിക്കും. ഭർത്താവിനെ അങ്ങനെ വിളിക്കാം. ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് ഒഴിക്കണമെന്നല്ല, തലാക്ക് കിടക്കും. പിന്നെ ഉസ്താദ് പറഞ്ഞിട്ടാന്ന് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ പിന്നെ അത് മതി, ബക്കറ്റ് വെള്ളം നമ്മൾ ഒഴിക്കും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ചെയ്യാൻ നിൽക്കും. ഒരല്പം വെള്ളം തെളിക്കൽ വിധങ്ങൾ പറഞ്ഞതാണ്. പദം പറയാൻ അങ്ങനെയാണ്. അവളുടെ മുഖത്ത് സ്വല്പം വെള്ളം തെളിച്ചിട്ട് അവളെ വിളിച്ചുണർത്തി. അങ്ങനെ വിളിച്ചുണർത്തുന്ന ഭർത്താവിനും അല്ലാഹു കരുണ ചൊരിയട്ടെ എന്നും സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ദീനാണ്. ഈ ദീനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. അങ്ങനെ ദീനിന്റെ വിഷയത്തിലേക്ക് കൊണ്ടുപോവാ. ഇത് തിയേറ്ററിലോട്ട് കൊണ്ടുപോവാ റാഹത്തായിട്ട്. ബാ പോണ്ട, പടം കാണാൻ പോണ്ട. എവിടെയെങ്കിലും വല്ല ഉത്സവം നടക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഓടുക. ദീനിന്റെ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കാതലായി അടുത്തു വരും. ബറക്കത്തുള്ള സദസ്സുകളിലേക്ക് നമ്മൾ വരും. ദീനിന്റെ മജ്‌ലിസുകളിലേക്ക് വരും. ഖുർആൻ ഓതാൻ മത്സരിക്കും. ഭാര്യ ഭർത്താവ് കൂടി ഖത്തം തീർക്കുന്നതിൽ മത്സരിക്കും. മത്സരിച്ചൂടെ? നിങ്ങൾ അല്ലാത്തതിൽ നല്ലപോലെ നമ്മൾ മത്സരിക്കുമല്ലോ. 2 ദോശ നിങ്ങൾ 5 ദോശ മൂപ്പര് അങ്ങനെ കഴിച്ച് മത്സരിക്കും. നിങ്ങളെന്താ ദീനിന്റെ വിഷയത്തിൽ മത്സരിക്കാത്ത? ഖത്തം തീർക്കുക. ഇന്ന് മുതൽ ഖത്തം തീർക്കുക. നമുക്ക് എത്ര പേജ് വെച്ച് ഓതാം. ഞാനിതാ തുടങ്ങും. നമുക്ക് ഫാത്തിഹ 2 പേരും ഒരുമിച്ച് തുടങ്ങി റാഹത്തായിട്ട് അങ്ങനെ ഖത്തം മത്സരിച്ച് തീർക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലി 1 ലക്ഷം ചെല്ലാൻ വേണ്ടി നിയ്യത്ത് വെച്ചങ്ങ് തുടങ്ങി. മാഷാ അല്ലാഹ്, വേഗം കൗണ്ടർ തസ്ബീഹ് വാങ്ങിച്ചിട്ട് ദിക്ർ ചൊല്ലി തീർക്കും. സലാത്ത് അധികരിപ്പിക്കും. പരിശുദ്ധമായ റജബ് മാസമാണ്, അല്ലാഹുവിന്റെ മാസമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്ലീൽ അധികരിപ്പിക്കും. സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി ഓതി. പരിശുദ്ധമായ ശഅബാൻ ഇദാ കടന്നു വരുന്നു. വശഅബാനു അസ്സലാത്തു അലൻ നബിയിൽ മുഖ്താർ, റസൂലുള്ളാഹിക്ക് അധികരിച്ച സലാത്ത് ചൊല്ലി, നബിയുടെ മേലുള്ള സലാത്ത്. വശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസമാണെന്ന് മുത്തുനബി പഠിപ്പിച്ചതാണ്. സലാത്ത് അധികരിപ്പിക്കൽ, മത്സരിക്കൽ. റമളാനിൽ ഖുർആൻ ഖത്മ് തീർക്കൽ, ധാരാളമായി ഖത്മ് തീർക്കൽ. ഖുർആൻ നല്ലതുപോലെ ഓതി. യാസീനും സൂറത്തുൽ മുൽക്കും അർറഹ്മാനും സജദയും ഒക്കെ ഡെയിലി ഇശാമുഖരുവിന്റെ ഇടയിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് പാരായണം ചെയ്യൽ. മക്കളൊക്കെ ഒരുമിച്ച് ചേർത്തിട്ട് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ഒക്കെ ചൊല്ലി ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് വാപ്പയോ ഉമ്മയോ അറിയാവുന്ന സ്വരത്തിലും അറിയാവുന്ന മലയാളത്തിലും ഒന്ന് ദുആ ചെയ്യൽ. അല്ലാഹു ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിന് നീ ഐശ്വര്യം നൽകണേ നാഥ. ഞങ്ങളുടെ മക്കളെല്ലാം നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭർത്താവിന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ദുആ ചെയ്യൽ. അല്ലാഹു ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ നീ പുരോഗതി നൽകണേ അല്ലാഹ്. ഓർമ്മശക്തിയും ചിന്താശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ നീ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. അവരുടെ പരീക്ഷ അടുത്തു വരികയാണ്. SSLC +2 പഠിക്കുന്ന മക്കൾ അല്ലാഹു ഉന്നത വിജയം കൊടുക്കണേ അല്ലാഹ്. പരിശ്രമം വേണം സഹോദരങ്ങളെ. നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ഇത് വേണം. ഇതൊന്നുമില്ല, ഭയങ്കര ഇരിക്കുക. എന്നിട്ട് കാണുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ ഉസ്താദിനോട് ഏൽപ്പിക്കും. ഒരു ദിക്റും ഇല്ല, ഒന്നുമില്ല. വലിയ ആരെങ്കിലും പറഞ്ഞെങ്കിൽ ഏൽപ്പിച്ചാൽ മതി. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണം. എന്താ ഔറാദ് നമ്മുടെ ജീവിതത്തിലുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 എണ്ണം തികച്ചുണ്ടോ? സലാത്ത് 100 എണ്ണം ഉണ്ടോ? യാ ഹയ്യു യാ ഖയ്യൂം 100 എണ്ണം ഉണ്ടോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലീം എന്നുള്ള മഹനീയമായ ദിക്ർ നമ്മുടെ ജീവിതത്തിലുണ്ടോ? യാസീൻ സൂറത്ത് നിത്യമായി സുബൈക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവും പാരായണം ചെയ്യലുണ്ടോ? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി റസൂലുള്ളാഹി പഠിപ്പിച്ച സൂറത്തുൽ വാഖിയ നമ്മുടെ വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് ഓതാറുണ്ടോ? കൊല്ലത്തിൽ എപ്പോഴെങ്കിലും ഒന്നിനെ കുറിച്ചല്ല, ഖബർ ജീവിതം സന്തോഷം കിട്ടാൻ വേണ്ടിയുള്ള സൂറത്തുൽ മുൽക്ക് നമ്മുടെ വീട്ടിൽ പാരായണം ചെയ്യപ്പെടുന്നുണ്ടോ? സജദ സൂറത്ത് നിത്യമായി പാരായണം ചെയ്യപ്പെടുന്നുണ്ടോ? പിന്നെന്ത് മുഅ്മിൻ, പിന്നെന്ത് വിശ്വാസി? എവിടെയെങ്കിലും റാത്തീവും മൗലൂദും നടക്കുമ്പോൾ മാത്രം അതിൽ വന്ന് കുറച്ചു നേരം പങ്കെടുത്തിട്ട് അതിന്റെ ചീരണി വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഉജ്ജീനിച്ച് കഴിക്കുക. എന്നിട്ട് നമുക്ക് സുന്നി വലിയ ദീനാന്ന് പറയാം. അതാണോ ദീൻ?
ജീവിതത്തിൽ അമല് വേണം സഹോദരങ്ങളെ. അമലില്ലാതെ രക്ഷപ്പെടൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമസ്കാരങ്ങൾ ചിട്ട വേണം, നോമ്പുകൾ കൃത്യത വേണം, സക്കാത്തുകൾ കൊടുത്തു വീറണം, പാവങ്ങളുടെ കണ്ണീരപ്പണം, നിരാലംബര കവലംബമാകണം, നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കണം, ദീനിനെയും ദീനിന്റെ അഹ്ലുകാരെയും ബഹുമാനിക്കണം, ജീവിതത്തിൽ ബറക്കത്തുണ്ടാക്കിയെടുക്കണം, ജീവിതത്തിൽ ഖുർആൻ നമ്മുടെ കൈപുസ്തകമാക്കണം, നമ്മുടെ കാറ്റലോഗാണെന്നുള്ള തിരിച്ചറിവുണ്ടാവണം. തീർന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം വെച്ചുകൊണ്ട് എപ്പോഴും സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് നിലകൊള്ളണം. ആഖിറത്തിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ട് നിന്റെ ജീവിതം സമ്പുഷ്ടമാക്കണം. പരിശുദ്ധമാക്കപ്പെട്ട റജബിനെ നീ മറക്കരുത്. റജബ് എന്ന് പറയുന്നത് ബറക്കത്തുള്ള മാസമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നീ ബറക്കത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കണം. ഈ റജബ് ബറക്കത്തുണ്ടാക്കിയെടുക്കേണ്ട മാസം, അതിന് നീ ബറക്കത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് പറഞ്ഞത് ദുആ. ഇത് നമ്മളിങ്ങനെ കൊല്ലം കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നതിലാണ് കാര്യം. ഇത് റജബും ഷഅബാനും കഴിഞ്ഞിട്ട് പിന്നെ ദ്വാരക്കുള്ളതല്ല, റജബിലും ഷഅബാനിലും ദ്വാരക്കുള്ളതാണ്.